സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച്. ഇതുപോലെ ജസ്റ്റ് ആദ്യം താഴെ നിന്നൊരു നീഡിൽ പുള്ള് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് പിന്നെ ഒരു താഴെ കൊണ്ടുവന്ന് ആദ്യം ഫസ്റ്റ് ഒരു വി ഷേപ്പ് ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ എന്താ പറയുക, നീഡിൽ ഇൻസേർട്ട് ചെയ്ത് വീണ്ടും താഴേക്ക് കൊണ്ടുവന്ന് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പാറ്റേണിൽ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച്. ഇതിൽ ശരിക്കും നമുക്ക് ബീഡ് വർക്ക് ഇൻക്ലൂഡ് ചെയ്യാം, സീക്വൻസ് വർക്ക് ഇൻക്ലൂഡ് ചെയ്യാം, ഈവൻ മറ്റേ സർദോസി വെച്ചിട്ടൊക്കെ നമുക്ക് ഫെദർ സ്റ്റിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടി ഹെവി, ഒരു റിച്ച് ലുക്ക് കിട്ടും നമുക്ക് അങ്ങനെ നമ്മൾ വേറെ എലമെൻസിനകത്ത് ആഡ് ചെയ്യുമ്പോഴേക്കും. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, ഫെദർ സ്റ്റിച്ച് തന്നെ നമുക്ക് വേറെ ഈ ത്രെഡ് വെച്ച് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേണുകൾ ചെയ്യാം. സപ്പോസ് നമ്മൾ ഈ കൊടുക്കുന്ന ഒരു സൈഡിലേക്ക് കൊടുക്കുന്ന ഡിസൈനിൽ ഞാനിപ്പോൾ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ സൈഡിൽ ഞാൻ 1 2, ഇപ്പോൾ 1 നെക്സ്റ്റ് 2. ഓക്കെ, നമ്മളപ്പോൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് 2 ലീഫ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ ഡബിൾ ഫെദർ സ്റ്റിച്ച് എന്ന് പറയും. സെയിം തന്നെ നമ്മൾ ഒരു 3 പ്രാവശ്യം നമ്മൾ ഈ സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ ട്രിപ്പിൾ ഫെദർ സ്റ്റിച്ച് എന്ന് പറയും. ഇതിപ്പോൾ നമുക്ക് നമ്മളുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. സോ നമുക്കപ്പോൾ ഡബിൾ വേണോ ട്രിപ്പിൾ വേണോ അതോ നോർമൽ ഫെദർ സ്റ്റിച്ച് മതിയോ എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഡിസൈൻ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഡബിളും ട്രിപ്പിളൊക്കെ നമുക്ക് കുറച്ച് ഇത്തിരി എന്താ പറയുക, സ്പേസ് തോന്നിക്കുന്ന ടൈപ്പ് ഡിസൈൻസാണ്. അല്ലെങ്കിൽ കുറച്ച് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡബിളും ഫെദറും യൂസ് ചെയ്യാം. പക്ഷേ നോർമലി നമ്മൾ ഏതെങ്കിലും വളരെ സിമ്പിളായിട്ടൊരു ഡിസൈനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നോർമൽ ഫെദർ സ്റ്റിച്ച് ആയിരിക്കും നല്ലത്. സോ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഇതിനകത്ത് തന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ കാണിക്കുന്നത് നമ്മൾ ട്രിപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ചും. ഈ ഡാർക്ക് ബ്ലൂവിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഡബിൾ ഫെദർ സ്റ്റിച്ചാണ്. അതല്ലാതെ ഉള്ളതെല്ലാം സാധാരണ നോർമൽ ഫെദർ സ്റ്റിച്ച്. പിന്നെ ഡാർക്ക് ഗ്രീൻ കളർ ആൻഡ് പേർപ്പിൾ കളർ, അത് മൂന്നും ഞാൻ ട്രിപ്പിൾ സ്റ്റിച്ച് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വളരെ എളുപ്പം വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച്. നമുക്കിതുപോലെ തന്നെ ബ്ലൗസിൻ്റെ സ്ലീവിൽ അതുപോലെ നെക്ക് ലൈനിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച്. സോ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ഫെദർ സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ഡിസൈനാണ്. വളരെ സിമ്പിളായിട്ട് വർക്ക് വേണ്ടവർക്ക് ഇത് യൂസ് ചെയ്യാം. താങ്ക്